ഹായ്, എല്ലാവർക്കും തൃശ്ശൂർ പൾസിലേക്ക് സ്വാഗതം. നമുക്ക് കാത്തിരുന്ന പോലെ തന്നെ ഒരു വേക്കൻസി SSLC ഉള്ളവർക്ക് ഒരു ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട്. അതും സർക്കാർ ജോലിയിലേക്കാണ്, എക്സൈസ് ഓഫീസിലേക്കാണ് ഡ്രൈവർ വേക്കൻസി വന്നിട്ടുള്ളത്. ജില്ലാടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 15/10/2025 മുതലാണ് അപേക്ഷ ആരംഭിച്ച് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 19/11. അപ്പോൾ നമുക്ക് നോക്കാം, പോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻസ് വകുപ്പിലേക്കാണ്. പോസ്റ്റ് വരുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറായിട്ടാണ്. 26,500 മുതൽ 60,700 വരെ സാലറി ലഭിക്കും. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള പോസ്റ്റ് അപ്ലൈഡ് വേക്കൻസീസ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇവിടേക്കൊക്കെയാണ് പോസ്റ്റിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള PSC മുഖേനയാണ് വേക്കൻസികൾ വിളിച്ചിരിക്കുന്നത്. ഇനി മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കാം. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡിസ്ട്രിക്റ്റ് വൈസ് അപ്പോയിൻറ്റഡ് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ വിൽ ബി മെയ്ഡ് ബൈ ആബ്സെൻസ് ഓഫ് ക്വാളിഫൈഡ് ഫ്രം ദ റാങ്ക് റിക്രൂട്ടഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഏജ് ലിമിറ്റ് 21 മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് പാസിംഗ് SSLC. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെവി ലൈസൻസും ബാഡ്ജും അടക്കം വേണമെന്ന് പറയുന്നുണ്ട്. ഹെവി ലൈസൻസും ബാഡ്ജും ഉള്ളവർ വേണം. ഫിസിക്കൽ പ്രോസസ് ഉണ്ടായിരിക്കും. അതിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ പ്രകാരം 165 സെൻറ്റിമീറ്റർ ഹൈറ്റും 83 സെൻറ്റിമീറ്റർ ചെസ്റ്റ് അളവ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നല്ല കാഴ്ചശക്തി കാര്യങ്ങളൊക്കെ വേണം. അതായത് റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും 6/6. പിന്നെ കളർ വിഷൻസ് നോർമലായിരിക്കണം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ചുവടെ നൽകിയിട്ടുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾ അപേക്ഷ വയ്ക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നല്ലൊരു സർജനെ കൊണ്ട് തന്നെ വൈദ്യ പരിശോധന ചെയ്ത് കാണിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ജോലിയില്ലാത്ത നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നല്ലൊരു ഗവൺമെൻറ് ജോലി കണ്ടെത്തുന്നതിനും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വരുന്നത് കേരള PSC മുഖേനയാണ്. 1 ടൈം രജിസ്ട്രേഷൻ ആയിരിക്കും. നിങ്ങൾ ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ നൽകി കഴിഞ്ഞ് അപ്ഡേറ്റ് ആയിട്ട് PSC മുഖേന അപ്ലൈ ചെയ്യാമോ നോക്കുക. പിന്നെ കൂടുതൽ പറയുന്നതെന്ന് വെച്ചാൽ ഓർമ്മിക്കാൻ കാറ്റഗറി നമ്പർ കാര്യങ്ങളൊന്നും